നടക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ കടക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിധികളാണ് ഈ രണ്ട് യുവാക്കന്മാർ. ഇവർ ചെയ്ത തെറ്റെന്താണെന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്റ്റാലിനിസ്റ്റ് നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. ആർക്കും സുരക്ഷിതത്വമില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ രണ്ട് ചെറുപ്പക്കാരും വളരെ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ആശ്രയങ്ങളാണ്. ഇവർ രണ്ടുപേരും അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷം ആ കുടുംബം നിരാലംബമായിരിക്കുകയാണ്. ഇതുപോലെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും നിരവധി യുവാക്കന്മാർ മൃതിയടഞ്ഞതിന്റെ ഫലമായി ആ കുടുംബങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും നിലക്കാത്ത തേങ്ങൽ, നിലക്കാത്ത കണ്ണീർ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമുള്ള ഈ അക്രമ പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്നത് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ കൊലപാതകത്തിലെ മുഖ്യപ്രതി ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനായിരുന്നു. കേസ് പിന്നീട് വിട്ടുപോയി എന്നത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ അതിന് അത്തരമൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ച സംഭവം ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനുമായി ഉണ്ടായ ഒരു പ്രാദേശികമായ ചെറിയ ഒരു നീരസം മാത്രമായിരുന്നു. അതാണ് ഒരു കൊലപാതകത്തിന് നയിച്ചത്. അതിനുശേഷം കണ്ണൂർ ജില്ല 50 വർഷമായി കൊലപാതകത്തിൻ്റെ പരമ്പരകളാണ് കണ്ടത്. മരിച്ചവരാകട്ടെ എല്ലാം പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകൾ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊലയാളി സംഘങ്ങളെ പരിശീലിപ്പിക്കാനുള്ള പരിശീലന കേന്ദ്രങ്ങളുണ്ട്, പരിശീലനം ലഭിച്ച ഗുണ്ടകളുണ്ട്. ഈ വാടക ഗുണ്ടകളാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ആസൂത്രിതമായി കൊലപാതകം നടത്തുന്നത്. ഈ കൊലപാതകവും ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ്. യാദൃച്ഛ്യമായി സംഭവിച്ച കൊലപാതകമല്ല. CPM ഏത് കൊലപാതകത്തിലാണ് പങ്കിട്ടെന്ന് പറഞ്ഞത്? ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോൾ ഞാൻ പറഞ്ഞു അവരാണ് പങ്കാളികളെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞു. ഷുഹൈബിനെ വെട്ടിയപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കള്ളം പറയില്ല അവർ. നിങ്ങൾ കാണാം, അന്വേഷണം പോട്ടെ. ആരാണ് ഈ കൊലപാതക ഉത്തരവാദി എന്ന കാര്യം അറിയാം. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങൊരു ഭീരുവാണ്. അങ്ങ് ധീരനാണെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കണം എന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവില്ല എന്ന കാര്യം. മറ്റുള്ള ആളുകൾ ആയുധം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് തയ്യാറാണ് അവരെ ചെറുക്കാൻ വേണ്ടി. ഞങ്ങളുടെ മുഖ്യ രാഷ്ട്രീയം ഇനി കേരളത്തിലെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നത് കൂടിയാണ്. ഷുഹൈബിന്റെ കൊലപാതകം പ്രകോപനമില്ലാത്ത രീതിയിലുള്ള നിരന്തരം ഉണ്ടായിട്ടില്ല. ഈ കുട്ടികളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. നമ്മൾ കുറ്റം ചെയ്ത ആളുകളാണെങ്കിൽ ന്യായീകരിക്കില്ല. കുറ്റം ചെയ്താൽ നിങ്ങൾക്കാരാണ് കൊലപാതകം നടത്താൻ അനുവാദം കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്കാരാണ് സമ്മതപത്രം തന്നിരിക്കുന്നത് കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട്? അപ്പം ഈ കുട്ടികളാകട്ടെ നല്ലവരാണ്, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയുള്ളവരാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. ഇത് മാത്രമല്ല കോൺഗ്രസിന്റെ ധീരരായിട്ടുള്ള കർമ്മഭടന്മാരാണ്. കോൺഗ്രസ് സന്ദേശവുമാണ്. ഇത് ഞാൻ പറയാം, കണ്ണൂരിലെ സംഘമാണ് എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ പരിശീലനം ലഭിച്ച ഗുണ്ടകൾ തന്നെയാണ് നടത്തിയത്. ചന്ദ്രശേഖരന്റെ കൊലപാതകം പോലെ, ഷുഹൈബിന്റെ കൊലപാതകം പോലെ നല്ല പരിശീലനം ലഭിച്ച ആളുകളാണ് ഈ കൊലപാതകം നടത്തിയത്. നോക്കൂ, എത്ര മൃഗീയമായിട്ടാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. എത്ര മൃഗീയമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണം. ഭീരുക്കൾ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീട് പോലും ആക്രമിക്കാൻ പാടില്ല, വീട് ആക്രമിച്ച അത്തരത്തിലുള്ള ഞാൻ ചോദിക്കട്ടെ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചെങ്കൊടി താഴെ വെക്കണം. ഇവിടെ പറയുന്നു അദ്ദേഹം കേരള സുരക്ഷാ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര നടത്തിയിരിക്കുന്നു. ഇവിടെ ജനങ്ങളുടെ ജീവന് സുരക്ഷ നടക്കാനാകാത്ത ആളുകളാണോ ഈ സുരക്ഷാ യാത്രകന്മാർ പോകുന്നത്? നാണം കെട്ടവർ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യസ്നേഹിയാണ്. ഇവർക്ക് ഒരു മനുഷ്യസ്നേഹമില്ല. വിഷത്തോളം വിശാലമായ മനുഷ്യസ്നേഹം എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് മനുഷ്യസ്നേഹ വിളക്കുകൾ? പ്രാകൃതന്മാർ, സ്റ്റാലിനിസ്റ്റുകൾ, രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താം ഭീരുക്കൾ. മുല്ലപ്പള്ളി, അതേസമയം തന്നെ ഇപ്പം CPM ആണ് ഭരിക്കുന്നത്. അപ്പം പോലീസിന്റെ അന്വേഷണം കൃത്യമായി നടക്കുമോ എന്നുള്ളൊരു ആശങ്ക പാർട്ടിക്കുണ്ടോ ഈ സമയത്ത്? ആശങ്ക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ആശങ്ക മാത്രമേ ഉള്ളൂ. ഈ അന്വേഷണം നീതിപൂർവ്വം നടത്തപ്പെട്ടില്ല എങ്കിൽ, സത്യസന്ധമായി നടത്തപ്പെട്ടില്ല എങ്കിൽ കേരള പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ കണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുക്കണം എന്നുള്ള ഈ ഘട്ടത്തിൽ പറയുന്നു. ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. അന്വേഷണം പോകട്ടെ, അതിനുശേഷം മറ്റു ഏജൻസിയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കും. ഇത് എപ്പോഴും പ്രശ്നമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം ഇത് തന്നെയാണ്. ഇവിടെ നോക്ക്, ജനമഹായാത്ര തുടങ്ങിയ ശേഷം ഞാൻ ഇൻവേരിയബിൾ എല്ലാ സ്റ്റേജുകളിലും ഈ കാര്യം പറയാറുണ്ട്. ഭീരുവായ മുഖ്യമന്ത്രിയെക്കുറിച്ചും കഴിഞ്ഞ 50 വർഷമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നടക്കുന്ന ഈ അക്രമ പരമ്പരകളെക്കുറിച്ചും കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും അവസാനിപ്പിക്കണം. ഞാൻ ഇപ്പോഴും പറയട്ടെ, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി പറയട്ടെ, മുഖ്യമന്ത്രി ധീരനാണെങ്കിൽ ഇന്ന് പറയണം എൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നാളെ തൊട്ട് അക്രമം ഉണ്ടായില്ല എന്ന കാര്യം.
എങ്കിൽ മറ്റു പാർട്ടികളുടെ ഭാഗത്ത് അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സഹായത്തോടുകൂടി കേരളീയ പൊതുസമൂഹത്തിന്റെ സഹായത്തോടുകൂടി അവരെ കത്തി താഴെ വെക്കാൻ നമുക്ക് പറയാം അന്തസ്സായിട്ട്. നിൽക്കും കൊലപാതകം, ഇത് അവസാനിപ്പിക്കണം. ഇതൊരു ഭൂകമ്പത്തിൽ ഒറ്റപ്പെട്ട ദ്വീപാണോ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ? മനസ്സിലാക്കണം. കുറെ തെമ്മാടികളുടെ കയ്യിലെ രാഷ്ട്രീയം, ഇത് അവസാനിപ്പിക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായ രോഷാകുലനായാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാണുന്ന രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്.